സാറേ, ഈ ത്വലാഖ് ഇന്ത്യയിൽ എന്നും ഒരു ചർച്ചാ വിഷയമാണല്ലോ. എത്രയോ കാലമായിട്ട്, ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയവും ത്വലാഖാണ്. യഥാർത്ഥത്തിൽ അത് വ്യക്തിപരമായി ഒരു പുരുഷൻ ഒരു സ്ത്രീയും തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കുന്നതിന് പറയുന്ന ഒരു സാങ്കേതികമായ പേരാണ്. പക്ഷേ ഷാബാനു ബീഗം കേസ് തൊട്ട് എത്ര കൊല്ലങ്ങളായി, 1985 തൊട്ട് ഇന്ത്യയെ തന്നെ ഇളക്കി മറിക്കുന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തലാഖിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ട്. തലാഖിൻ്റെ കുറേ ടാക്സോണമിക്കലി നമ്മളിങ്ങനെ എന്താ പറയുക വർഗീകരിക്കുമ്പോൾ അതിലിപ്പോൾ ഈ ത്വലാഖ് ഹസനെ കുറിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ച. എന്താണ് സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ പരാമർശം? സുപ്രീം കോടതിയിൽ അതായത് നമ്മൾ മുത്തലാഖ് ട്രിപ്പിൾ തലാഖ്, അതെ, മുത്തലാഖ് നിർത്തി. കേന്ദ്ര പാർലമെന്റ് നിയമം പാസാക്കി അത് അവസാനിപ്പിച്ചു. മുസ്ലിം സ്ത്രീകളെയൊക്കെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടും തലാഖ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ ഒരു വിസ്മയമായിരുന്നു. അത് തലാഖി ഹസൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിധി വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ഈ തലാഖി ഹസനെ പറ്റി നടത്തി. അതായത് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തലാഖ് 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 എന്ന് പറയുന്നതാണല്ലോ മുത്തലാഖ്. ഇത് അങ്ങനെയല്ല, 3 എണ്ണം മാസത്തിൽ 1 വെച്ച് 90 ദിവസം. അപ്പോൾ മാസത്തിൽ ഒരു മാസം ഒരു തലാഖ്, 2-ാം മാസം അടുത്തത്, 3-ാം മാസം അടുത്തത്, അങ്ങനെ 3 തലാഖ് ചൊല്ലുന്നതാണ് തലാഖി ഹസൻ. ഈ പരിപാടി ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വന്നു. അപ്പോൾ സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ നമ്മുടെ ഈ ഭരണഘടനയിൽ ജനാധിപത്യത്തിൽ നിലനിൽക്കും എന്ന ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുത്തലാഖ് 2017 സുപ്രീം കോടതി തന്നെ നിർത്തി. അതിനുശേഷമാണ് പാർലമെന്റ് നിയമം പാസാക്കിയത്. അപ്പോൾ ഈ ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ, NK സിംഗ് 3 പേരടങ്ങിയ ബെഞ്ചാണ് ഇതിലിപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു തലാഖ് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. എന്നിട്ട് സുപ്രീം കോടതി ചോദിച്ചു, ആധുനിക കാലത്ത് ഈ രീതി അനുവദിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? സ്ത്രീയുടെ അവകാശത്തിൽ വലിയ പ്രത്യാഘാതമാണ് ഇത് സൃഷ്ടിക്കുന്നത്. എങ്ങനെ ഇത് ആധുനിക സമൂഹത്തിൽ നിലനിൽക്കും? തലാഖി ഹസനെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. ഇത് പലതും ഒന്നിച്ചെടുക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നിച്ചു ചേർത്തു. പ്രധാനമായിട്ടും ബേനസീർ ഹീന എന്ന് പറഞ്ഞൊരു മുസ്ലിം സ്ത്രീയുടെ കേസ് ഉണ്ട്. അവർ പറയുന്നുണ്ട് ഈ തലാഖ് ചൊല്ലിയത് ഓരോ മാസവും ഭർത്താവ് നേരിട്ടല്ല, ഭർത്താവിൻ്റെ വക്കീലാണ് ചൊല്ലിയത്. അതായത് ഈ തലാഖില് തലാഖി ഹസനില് ഭർത്താവല്ല ചൊല്ലുന്നത്, ഭർത്താവിൻ്റെ വക്കീല് ആണ്. ഇന്ത്യയിൽ മിക്കവാറും കേസുകളിൽ അങ്ങനെയാണ് എന്നാണ് കോടതിയിൽ വന്ന കേസുകളിൽ നിന്നും മനസ്സിലാകുന്നത്. തലാഖ് ചൊല്ലുന്നത് ഭർത്താവല്ല, വക്കീലാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ബേനസീർ ഹീന എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അവരുടെ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചിട്ടില്ല, കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം കൊടുത്തില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ വിവാഹാവസ്ഥ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഈ ഇങ്ങനത്തെ സാധനം കിടക്കുന്നതുകൊണ്ട് 3 മാസം ഓരോന്നിങ്ങനെ ചൊല്ലുക എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോൾ കടലാസില്ലല്ലോ ഇതിനൊന്നും. വിവാഹമോചിതയാണോ, ഭർത്താവുണ്ടോ, കുടുംബമുണ്ടോ, ഇതിനൊന്നും സ്കൂളുകാർ രേഖ ചോദിച്ചാൽ കൊടുക്കാനില്ല. സ്ത്രീകളുടെ അന്തസ്സ് ഉറപ്പാക്കാൻ ഇതൊക്കെ നിശ്ചിതമായ മതപ്രക്രിയയിൽ കൂടി തന്നെ വേണം, വക്കീൽ ചെയ്താൽ പോരാ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. വക്കീൽ ചെയ്താൽ പോരാ എന്നുള്ളതല്ലല്ലോ, ഇത് തന്നെ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഇല്ലേ മാഷേ? അപ്പോൾ ഇത് ആചാരമാകുമോ? സുപ്രീം കോടതി ചോദിച്ചു. എങ്ങനെയാണ് ഇത്തരം ആശയങ്ങൾ ആളുകൾ കണ്ടെത്തുന്നത്? ഈ വക്കീൽ കണ്ടെത്തുന്നത്, വക്കീൽ ചൊല്ലുന്നത് പൊതു ആചാരമാണിപ്പോൾ ഇസ്ലാമിൽ എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞു. ഭർത്താവ് എന്തുകൊണ്ട് നേരിട്ട് പറയുന്നില്ല? ഈഗോയാണ് ഇതിൻ്റെ പിന്നിൽ. വിവാഹ മോചനത്തിന് സഹകരിക്കുന്നില്ല. ഇത് ആധുനിക സമൂഹത്തിൽ എങ്ങനെ? സ്ത്രീയുടെ അന്തസ്സല്ലേ പ്രധാനം എന്ന് ചോദിച്ചു.
ഈ ബേനസീർ ഹീനിയെ അവർ പ്രശംസിക്കുകയും ചെയ്തു കേസുമായിട്ട് വന്നതിൽ. പാവങ്ങൾക്ക് ഇത് വലിയ വിഷയമാണ്. പുനർവിവാഹത്തെ ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞ് സ്ത്രീക്ക് വീണ്ടും അയിത്തം കൽപ്പിക്കും. പുനർവിവാഹത്തിന് അവർ പുറപ്പെട്ടാൽ അത് ബഹുഭർത്തൃത്വമാണെന്ന് പറഞ്ഞ ആളുകൾ സ്ത്രീയെ പുച്ഛിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഇനി കുറച്ചുകൂടി വിശാലമായ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇതിന് ഈ ആചാരത്തിനെ പറ്റി പറയുന്നത് ഭാര്യയ്ക്ക് ആർത്തവമില്ലെന്ന് കണ്ട് പുഷ്പിണിയാകാതെ വരുമ്പോൾ ഭർത്താവ് ഉപേക്ഷിക്കുന്നത് ആണ് ഇതിന് കാരണമായത്. അതുകൊണ്ടാണ് ഈ 90 ദിവസം മാസത്തിൽ 1 വെച്ച് 3 ആർത്തവ കാലം ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റം മാസത്തിൽ 1 പറയുന്ന തലാഖ് ഹസൻ ഉണ്ടായതെന്നൊരു സംശയം ഇതിൻ്റെ അകത്ത് പറഞ്ഞു കണ്ടു. എനിക്ക് അറിഞ്ഞുകൂടാ. അവകാശവും സമത്വവും അതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ ചെയ്യുന്നത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അത് ഈ തൊലാഖ് ഹസൻ ഒരു സ്പെഷ്യൽ കേസ് ആവാം. പക്ഷേ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി തൊലാഖ് തന്നെയും ഇതാണ്. ഇപ്പം ട്രിപ്പിൾ തൊലാഖ് നിരോധിക്കാൻ കോടതി തീരുമാനിച്ചു, നിയമം കൊണ്ടുവന്നു. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റി അത് അംഗീകരിച്ചു. അതുമാത്രമാണ് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ട് ഇസ്ലാമിക സമൂഹം പോലും വിലയിരുത്തിയത്. എന്താ അതിൻ്റെ കാരണം? 3 തലാഖ് ഒരുമിച്ച് ചെല്ലാനുള്ളതല്ല. ചെല്ലാനുള്ളത് എങ്ങനെയാണ്? 3 തലാഖ് 3 തവണയായി ചെല്ലാനുള്ളതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ട്രിപ്പിൾ തലാഖിനെ മുസ്ലിം കമ്മ്യൂണിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം തലാഖ് നിലനിൽക്കണം എന്നാണ്. തലാഖ് ഹസനിലെ ഒരു സ്പെഷ്യൽ കണ്ടീഷനിലാണ്. പക്ഷേ എങ്കിൽ പോലും മൊത്തം തലാഖുകൾക്ക് ഇത് തന്നെയാണ് സ്ഥിതി. അതായത് 3 തലാഖ് ഒരുമിച്ച് ചെല്ലാൻ പാടില്ല, എന്നാൽ 3 എണ്ണം ചൊല്ലണം. 3 എണ്ണം ചൊല്ലണം എന്ന് മാത്രമല്ല, അതിന് കൃത്യമായ ഇടവേളകൾ വേണം. ഇടവേളകൾ വേണം എന്ന് പറഞ്ഞാൽ സമയം കണക്കാക്കാനല്ല ഇടവേള. ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? അതാണ്. അതപ്പോൾ ഫാമിലി കോർട്ടിൽ പോയാൽ ഇതൊക്കെ ഈ പ്രൊസീജിയറൊക്കെ പാലിക്കുന്നുണ്ട്. 6 മാസത്തെ കൗൺസിലിംഗ് പീരീഡ് ഉണ്ടല്ലോ. കൗൺസിലിംഗ് പീരീഡിൽ ഇതൊക്കെ അവർ ശ്രമിക്കും. ഈ യാതൊരു സാധ്യതയുമില്ല എന്ന് 2 കൂട്ടർക്കും 2 പക്ഷത്തു നിന്നും ബോധ്യപ്പെട്ടാൽ പിന്നെ ചെയ്യാവുന്ന കാര്യമാണ് 1-ാം തലാഖ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കൊണ്ട് ഒപ്പിടിക്കും. അതിപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഈ ചോദ്യം വളരെ സാങ്കേതികമാണെന്ന് എനിക്ക് തോന്നുന്നു. കോടതിയിലെ എല്ലാ കടലാസും ഓൺ ബിഹാഫ് ഓഫ് ക്ലൈൻ്റ് ആണല്ലോ, വക്കീൽ തന്നെയാണ് പറയുക. അപ്പോൾ പിന്നെ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള രേഖകളിലൊക്കെ ഈ തൊലാഖ് റെക്കോർഡ്സിലൊക്കെ തന്നെ വക്കീലിനെ പോരാ, വക്കീൽ അയച്ചാൽ പോരാ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ശരീരത്തനുസരിച്ച് ഈ ബേനസീർ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കേസിൽ അവര് പറയുന്നത് ഭർത്താവല്ല ചൊല്ലിയത്, വക്കീലാണ് ചൊല്ലിയത്. അത് പോരാ. കോടതി തന്നെ പറയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മുസ്ലിം പേഴ്സണൽ ലോ നിലനിൽക്കുന്ന കാലത്തോളം അൺടിൽ ആൻഡ് അൺലെസ് യൂണിഫോം സിവിൽ കോഡ് വന്നില്ലെങ്കിൽ തലാഖ് പൂർത്തിയാവില്ല. ആര്? ഭർത്താവ് തന്നെ ചൊല്ലണം. ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്ന് ഒന്ന് ഭർത്താവ് തന്നെ രേഖാമൂലം അയക്കണം. അതിൻ്റെ അടിയിൽ വക്കീൽ കൗണ്ടർ സൈൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഭർത്താവ് തന്നെ ഞാൻ നിന്നെ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയണം. ഒന്ന്, അതിൻ്റെ അടിയിൽ 2 സാക്ഷി. പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞു വന്നപ്പോ ഈ ഞാൻ വായിച്ച വാർത്തകളിലും പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഈ കാര്യത്തില് തലാഖ് ഹസന്റെ അകത്ത് ഒരു ആചാരം പോലെ വന്നിരിക്കുന്നത് ഭർത്താവല്ല, ഭർത്താവ് ഇത് വക്കീലിന് വിട്ടിരിക്കുന്നു, വക്കീൽ തലാഖ് എന്ന് പറയുന്നു. ഇതിൽ 2 കൺഫ്യൂഷൻ ഉണ്ട് സാർ. നമ്മളിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മുഴുവനും ലീഗൽ പ്രോസസ് ആക്കണം. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിയമം എന്താണോ അതനുസരിച്ച് വക്കീൽ നോട്ടീസ് പോലും, ഒരു ഭാര്യക്ക് ഭർത്താവ് അയക്കുന്ന നോട്ടീസ് പോലും വക്കീൽ മുഖാന്തരം അല്ലെങ്കിൽ കോടതി മുഖാന്തരം ആയിരിക്കണം എന്നാണ് നമ്മുടെ വാദം. അതിലേക്ക് വരണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് വരണം. ഈ മുസ്ലിം പേഴ്സണൽ ലോക്ക് നമ്മൾ അനുമതി കൊടുക്കുന്ന കാലത്തോളം അത് സാധ്യമല്ല. മുസ്ലിം പേഴ്സണൽ ലോക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണല്ലോ മാനിക്കേണ്ടത്. എൻ്റെ പ്രധാനപ്പെട്ട സംശയം എന്താണെന്നറിയോ? മുത്തലാഖ് എന്ന് പറഞ്ഞത് നിർത്തിയ ശേഷവും വേറൊരു തരം തലാഖ് നിലനിൽക്കുന്നു. അത് വസ്തുതയാണ്. അത് നിർത്തണം എന്നുള്ളതാണോ മാഷിന്റെ? ഞാൻ പറയുന്നത് ഈ തലാഖ് സമ്പ്രദായം തന്നെ, തലാഖ് സമ്പ്രദായം, വിവാഹ സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുന്ന എല്ലാ പൗരന്മാർക്കും ഏകീകരിക്കണം. അങ്ങനെ ഏകീകരിച്ചാൽ എന്താണ് സാർ അപകടം? അതാണ് വേണ്ടത്. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് വരാത്ത കാലത്തോളം ഇമാതിരി ആചാരങ്ങളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം നമ്മൾ ട്രിപ്പിൾ തലാഖ് ശരിയല്ല എന്ന് പറഞ്ഞു. അതായത് പൊതുജനത്തിന്റെ ഒക്കെ ധാരണ എന്താന്ന് വെച്ചാല് ഈ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലെ ആ മുത്തലാഖ് നിരോധിച്ചതോടുകൂടി ഈ തലാഖ് എന്ന് പറയുന്ന
വൃത്തികേട് തന്നെ നിലച്ചു പോയി അത് തെറ്റിദ്ധരിക്കണം. അത് ശരിയല്ല, തെറ്റിദ്ധാരണയാണ്. ഇപ്പോഴും തലാഖ് ഇഷ്ടം പോലെ നടക്കുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഒന്ന് ഭർത്താവ് തന്നെ ചൊല്ലണം, ഞാൻ നിന്നെ ഒരു തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ സാധാരണ ഇതിൽ നോട്ടീസ് അയക്കൂല. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത്രാം തീയതി ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കും. അവർക്ക് മാത്രമല്ല, ഭാര്യയ്ക്ക്, രക്ഷിതാക്കൾക്ക്, ആരാണോ നിക്കാഹ് രജിസ്റ്റർ ചെയ്തത് ആ മഹല്ല് കമ്മിറ്റിക്കും അയക്കണം 1-ാം തലാഖ്. ഇങ്ങനെ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം 2-ാം തലാഖിനും ഈ നോട്ടീസ് പോകണം. ഈ 2 നോട്ടീസിന് ശേഷം കോടതി ഇടപെടും. എന്ന് വെച്ചാൽ 2 തലാഖും ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കോടതി ഇതിനാൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി വിധി കൊടുക്കും. അതാണ് തലാഖ്. ഈ 2 കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പോഴും ഒരു ഓപ്പണിംഗ് നിൽക്കാനാണ്. അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള പല കോടതി മുഖാന്തരമുള്ള ഈ വിവാഹമോചന പത്രം ഉണ്ടല്ലോ, അതിനകത്ത് 2 തലാഖ് എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പല വക്കീലന്മാരും എന്നോട് വിശദീകരിച്ചു, ഇതാണ് നമ്മളൊരു ഹ്യൂമാനിറ്റി, നീതിയുടെ ഒരു വശമുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവർക്കൊന്ന് റീയൂണിയൻ വേണം തോന്നി ഒരു മാനസാന്തരം വന്നാൽ, ഒരു വാക്ക് എഴുതിപ്പോയതുകൊണ്ട് 2 എന്നതിന് പകരം 3 എന്ന് എഴുതിപ്പോയാൽ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം പിന്നെ രക്ഷയില്ല. അവരെ മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ട് അവരോടൊപ്പം ഒരു രാത്രി ഒരുമിച്ച് ഉറങ്ങിയിട്ടൊക്കെ വേണം പിന്നെ അവരെ തിരിച്ചെടുക്കാൻ, എന്നിട്ട് മൊഴി ചൊല്ലണം. പലപ്പോഴും അത് വലിയ സങ്കീർണമായ പല കലാസൃഷ്ടികളും പല നാടകങ്ങളും വന്നിട്ടുണ്ട്, അങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ട്. ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് പഴയ മലയാള സിനിമ ഇതാ വിഷയം. എന്നുവെച്ചാൽ ഒരുത്തനോട് ദേഷ്യത്തിന് അങ്ങോട്ട് ചൊല്ലി 1, 2, 3 ഒക്കെ അങ്ങോട്ട് ചൊല്ലി ഇടവേളയൊക്കെ വെച്ചിട്ടാന്ന് വെച്ചോളൂ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മാനസാന്തരം, അവക്കും മാനസാന്തരം, അവർ തമ്മിൽ മുഹബത്ത് പിന്നെയും പൂത്തു. തിരിച്ചെടുക്കാൻ പറ്റുമോ? കണ്ടീഷൻ എന്താ? അവളെ മറ്റൊരാൾ കല്യാണം കഴിക്കണം, അയാളോടൊപ്പം ഒരു ദിവസമെങ്കിലും ഉറങ്ങണം, എന്നിട്ട് ആ പണ്ടാരം മൊഴി ചൊല്ലണം, അപ്പോഴേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്തുമാത്രം സങ്കീർണമാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എടുത്തൊരവസ്ഥ ഇതാണ്. തെറ്റിദ്ധാരണ വേണ്ട. സാറിൻ്റെ സംശയം വളരെ ശരിയാണ്. ട്രിപ്പിൾ തലാഖേ നിരോധിച്ചിട്ടുള്ളൂ. തലാഖ് ഈസ് സ്റ്റിൽ ദേർ, അവിടെ ഉണ്ട്, തലാഖ് ഉണ്ട്. തലാഖിൻ്റെ പ്രൊസീജിയറിൽ പെട്ട ഒന്നാണ് 3 ഒരുമിച്ച് ചെല്ലാൻ പാടില്ല, ന്യായമായ ഇടവേള കൊടുക്കണം. ആ ഇടവേള മാനസാന്തരത്തിനും റീകോൺസിലേഷനും ഒക്കെ വേണ്ടിയുള്ള ഒരു സമയമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ പക്ഷേ നമ്മുടെ കോടതികൾ ചെയ്യുന്ന ഒരു മര്യാദ 3 തലാഖ് വരെ നിൽക്കൂല. 2 തലാഖ് കഴിയുമ്പോൾ ഒരു നോട്ടീസ് അടിച്ചു കൊടുക്കും, വിധി അടിച്ചു കൊടുക്കും, ഇതാ 2 തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ കോടതി മുഖാന്തരം എത്ര കാലം കഴിഞ്ഞാലും ഇവർക്ക് വീണ്ടും അണ്ടിൽ അവർ റീമാരേജ് ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് ഈ തലാഖ് ആസിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ പോലും തലാഖ് തന്നെയാണത്. തലാഖിന് ഈ കണ്ടീഷൻസ് ഒക്കെ ഇപ്പോഴും നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് വിവാഹത്തിനും വിവാഹമോചനത്തിനും ഒക്കെ ആ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ചെയ്താൽ പോരെ? അതായിരിക്കും ഇത് വിശാല ഭരണഘടനാ ബെഞ്ച് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് വരട്ടെ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ചർച്ച ഇന്ത്യയിൽ ഉണ്ടല്ലോ. എന്താണ് അപകടമുള്ളത്? തലാഖ് എന്ന് പറയുന്ന ഒരു ചടങ്ങ്, നിക്കാഹ് എന്നൊരു ചടങ്ങ് നടത്തിക്കൊള്ളട്ടെ. പക്ഷെ അത് നിയമാനുസൃതമായി തീരണമെങ്കിൽ അതായിരിക്കണം ഡോക്യുമെൻ്റ്. ഏതെങ്കിലും പള്ളി കമ്മിറ്റി കൊടുക്കുന്നതോ NSS കൊടുക്കുന്നതോ SNDP കൊടുക്കുന്നതോ ആവരുത് രാജ്യത്തിൻ്റെ രേഖ. രാജ്യത്തിൻ്റെ രേഖ രാജ്യത്തിൻ്റെ നിയമപ്രകാരമുള്ളതായിരിക്കണം. ഒരു ഭൂമിയിലെ ഒരാവശ്യത്തിനും ഈ പറയുന്ന മതസംഘടനകളുടെ പ്രമാണങ്ങൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്നതായിരിക്കണം ഖണ്ഡിതമായ നിയമം. അതിലേക്കാണ് ഈ ചർച്ച അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ പരാമർശം നയിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.